ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ എ പത്മകുമാർ, മുരാരി ബാബു, ഗോവർദ്ധൻ എന്നിവർക്ക് ജാമ്യമില്ല. 3 പേരുടെയും ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. അഹമ്മദ് മുജ്തബ വിശദാംശങ്ങൾ നൽകും. മുജ്തബ, പത്മകുമാറടക്കം മുരാരി ബാബു അടക്കം ഗോവർദ്ധന്റെയും ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരിക്കുന്നു. പ്രധാനപ്പെട്ട എന്തെങ്കിലും പരാമർശങ്ങൾ ഇതോടൊപ്പം നടത്തിയിട്ടുണ്ടോ? വിശദാംശങ്ങൾ എന്താണ്? ഈ നിമിഷം കോടതി ഒറ്റ വാക്കിൽ ഡിസ്മിസ്ഡ് എന്ന് മാത്രമാണ് ഈ ജാമ്യാപേക്ഷകളിൽ തീരുമാനമെടുത്തുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ വിപുലമായ ഉത്തരവ് നേരത്തെ സൈഫ് പറഞ്ഞതുപോലെ എന്തെങ്കിലും തരത്തിൽ പരാമർശങ്ങൾ ഉണ്ടെങ്കിൽ അത് ഉത്തരവിനകത്ത് ഉണ്ടാകുമെന്നൊരു കാര്യത്തിൽ സംശയമില്ല. കാര്യം അത് വരേണ്ടതുണ്ട്. അതിനകത്ത് എന്തെങ്കിലും തരത്തിൽ SITയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ടോ ഇവരുടെ ഇൻവോൾവ്മെന്റുമായി ബന്ധപ്പെട്ടോ SIT നൽകിയ കൗണ്ടർ അഫിഡവിറ്റുമായി ബന്ധപ്പെട്ടോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ ഈ നിമിഷം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള എ പത്മകുമാർ, മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ കൂടിയായിട്ടുള്ള മുരാരി ബാബു, സ്വർണ്ണ വ്യാപാരി നാഗ ഗോവർദ്ധൻ, ഈ 3 പേരുടെയും 2 ജാമ്യാപേക്ഷകളിൽ പ്രത്യേകിച്ച് കട്ടിളപ്പാളി കേസുണ്ട്. അതോടൊപ്പം തന്നെ ധാരപാലക ശില്പങ്ങളുമായി ബന്ധപ്പെട്ട സ്വർണ്ണപ്പാളികൾ ഇളക്കുമാറ്റിയ ഈ 2 കേസുകളിലും ഈ 3 പേരും വെവ്വേറെ ജാമ്യാപേക്ഷകൾ ഹൈക്കോടതിയിൽ നൽകിയതാണ്. അത് വിശദമായ വാദം കേട്ടതാണ്. ആ വാദത്തിനിടയ്ക്ക് ചില പരാമർശങ്ങൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ജസ്റ്റിസ് എ ബദറുദ്ദീൻ നടത്തുകയും ചെയ്തതാണ്. ഇന്നിപ്പോൾ അതിന്റെ ഉത്തരവിന് വെച്ചിരുന്നു. രാവിലെ കോടതി തുടങ്ങുന്ന സമയത്ത് തന്നെ അത് ലിസ്റ്റ് ചെയ്തിരുന്നു. പക്ഷേ പിന്നീട് വിധി പറയാം എന്ന് പറഞ്ഞതിന് ശേഷം ഇപ്പോൾ ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിന് കോടതി പിരിയുന്ന സമയത്താണ് അത് ജാമ്യാപേക്ഷകളിൽ കോടതി ഒരു വാക്കിൽ ഈ അപേക്ഷകൾ ഡിസ്മിസ് ചെയ്യുന്നു എന്ന് മാത്രം കോടതി പറഞ്ഞിരിക്കുന്നത്. ഇനി ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ് വരാനിരിക്കുകയാണ്. ആ ഉത്തരവിൽ എന്താണ് പറയുന്നത് എന്നത് അതിപ്രധാനമാണ്. അതിനകത്ത് വരികൾക്കിടയിൽ കോടതി എന്ത് പറഞ്ഞു വെക്കുന്നു എന്നത് ഏറ്റവും പരമപ്രധാനമാണ്. സൈഫുദ്ദീൻ.